എന്റെ പെണ്ണെന്തിയെ? എവിടെ വെച്ചെന്ന് പോയി നോക്ക്. എന്റെ പെണ്ണെന്തിയെ? ഒന്ന് പോടി പെണ്ണെ ഇവിടുന്ന്. അമ്മേ, അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ബിനുവിന്റെ വീട്ടിലൊന്ന് കേട്ടു പോവാം. ശരിയാ, നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. ഇന്നലെ കൂടി പറഞ്ഞിരുന്നു. ആ മെമ്പറെ അവിടെ നിന്ന്. എന്താ ബാബു? മെമ്പറെ ഒന്ന് കാണാതിരിക്കുമായിരുന്നു. പറ ബാബു. എന്തായാലും നമ്മുടെ വീടിന്റെ കാര്യം? മഴ ഇങ്ങനെ വരാനായി. പ്രളയ ഫണ്ടൊക്കെ ഒന്ന് റെഡിയായിട്ട് ബാബു, ശരിയാക്കാം. ഉച്ചക്ക് എന്താ കറി വെക്കണ്ടേ? നീ എന്തായാലും വെക്കടി. ഏടി പെണ്ണെ, സ്കൂളിൽ പോകാനുള്ള സമയമായില്ല, നീ പോകുന്നില്ലേ? റെഡിയായി അമ്മേ. ചവിട്ടി പുറത്താക്കിയ വീടിന്റെ പേര് തേച്ച് തേച്ച് വൃത്തിയാക്ക്. നിനക്ക് എന്തറിയാം, ഈ പേര് കാണുമ്പോ നിന്റെ അപ്പാപ്പന്റെ കാര്യം എന്റെ തലയിലേക്ക് കയറി. അതുകൊണ്ടാ. ഓ അതെ അതെ. നല്ല ഉഷാറാ. ഓ പിന്നെ പിന്നെ. ശരി കൊച്ചേ, ഞങ്ങൾ അങ്ങനെ തട്ടിപ്പോയാ നീ മാളിയേക്കിലേക്ക് പോണം. അങ്ങനെ ഇപ്പൊ തട്ടിപ്പോവണ്ട. അച്ഛ കൊള്ളന്റെ ഇവിടെ മുളവേലി ഇളകി കിടപ്പുണ്ട്, ആ ഭാഗത്തേക്ക് പോവണ്ട. പിന്നെ നമ്മളെയല്ലേ കടുവ പിടിക്കുന്നത്? നമ്മൾ എത്ര കാലായി കയ്യിലൂത്ത് തുടങ്ങി. ഇങ്ങനെ കടുവേനെ കാണുമ്പോ കോമഡി പറഞ്ഞാ മതി. അയ്യോ കടുവ. അതിനകത്ത് കടുവയല്ല, സിംഹമല്ലേ സിംഹം. എത്രയിലാണ് നീ പഠിക്കുന്നത്? ഇത് എത്രാമത്തെ തവണ ചോദിക്കുന്നത്? കുറച്ച് പണിയുണ്ട് സണ്ണിച്ച. നന്നായിട്ട് കൃഷിയൊക്കെ നോക്കുന്നുണ്ടല്ലേ? ശരിയാ. ബിനോയ്, നീ ആ ബാങ്കുകാർക്ക് പിന്നെ ഒന്നും ചെയ്തില്ല? സണ്ണിച്ച പൈസ ഒന്നും സെറ്റായില്ല സണ്ണിച്ച. പിന്നെ ഇതൊന്ന് വില കൊടുത്തോ, നമുക്ക് ശരിയാക്കാം. സണ്ണിച്ച, സെക്രട്ടറി ഇന്നലെ കൂടി പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ സ്വന്തം അവൻ അടച്ചോളൂ. അടച്ചാ മതി. അയ്യോ, ആരെയാണല്ലോ കരയുന്നത്? ആ ചിന്നമ്പള്ളി ഇങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. അതപ്പോ ഒരു പേടി. അതിന് മോളിറങ്ങിയോ? എന്താ? അച്ഛാ ഓടി വാ. എന്താ മോളെ? എന്താ? അയ്യോ, നമ്മുടെ മോള്. എന്നേട്ടായി? എന്താ മോളെ? എത്ര കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാ. ചേട്ടായി, എന്നാ പറ്റിയേ? ഇടിയാനൊക്കെ ബാങ്കുകാർക്ക് പോണാണെങ്കിൽ എല്ലാം പോയില്ലേ? എന്തായിരുന്നു? ചേട്ടില്ല, രജിസ്റ്റർ കത്തുണ്ടായിരുന്നു. എന്താ ചേട്ടായി? ഒന്നുമില്ല, നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേ. വെള്ളം. എന്താ പറ്റിയ ചേട്ടായി? ബാങ്കിന്റെ ജപ്തി നോട്ടീസാ. റോയ് സാറേ, നമസ്കാരം. 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 എന്താ യൂണിഫോം ഇല്ലാതെ? സൺഡേ അല്ലേ? നിങ്ങൾക്ക് എന്താ ഞായറാഴ്ച? നമ്മളെന്താ മനുഷ്യരല്ലേ? അല്ല റോയ് സാറേ, നമ്മളിവിടെ കടുവ ഇറങ്ങിയെന്ന് കേൾക്കുന്നുണ്ടല്ലോ. കാടിന്റെ മുന്നോട്ട് വീട്ടിൽ കടുവയുടെ കൽപ്പന വിളിക്കും. അപ്പൊ നാട്ടുകാരെ അറിയിക്കണ്ടേ? നാളെ കലക്ടർ ഉത്തരവ് വരും, അന്നേരം അറിയാം. ഇതിനെ സാറിനോട് പറഞ്ഞാ മതി. അച്ഛാ രാവിലെ തന്നെ അച്ഛനെ പറ്റി. അച്ഛാ 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 അച്ഛാ. എന്താ ചെയ്യാനേ? കൃഷിയും പോയി, ബാങ്കിന്റെ ജപ്തി നോട്ടീസും വന്നു. ഓരോരുത്തരുടെ വിധി
അല്ലാതെ എന്ത് ചെയ്യാനാ? ആ സുഖത്തേച്ചി പാല് കൊടുത്ത് വരുന്നുണ്ട്. പാലേക്കല് ബിനോയ് മരിച്ചു പോയാൽ അറിഞ്ഞായിരുന്നോ? ആ പാവാടി. ആ പെണ്ണിന്റെ കാര്യം കഷ്ടായിപ്പോയി. കണ്ണു തുറക്ക. എന്തിനാ ഞാൻ വിട്ടേച്ചു പോയെ? അമ്മേ, എന്തൊക്കെ സ്വപ്നം ഒറ്റയടിക്ക് തകർന്നേ. ആ പെൺകുട്ടീന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. ശരിയാ. എന്താ കണ്ട പരിപാടി? പബ്ജി ഏട്ടാ, പബ്ജി. പബ്ജിയോ? ചേട്ടൻ ഈ പബ്ജിയെ കുറിച്ചൊന്നും അറിയില്ലേ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. അമ്മേ, അച്ഛനെ ആദ്യമായിട്ട് കണ്ടത് എങ്ങനെയാ? അത് മോളെ, അതൊരു കഥയാണ്. തൂമ്പ നീ കൊണ്ടുപോയിക്കോ. മോള് അവിടെ വരും. കാട്ടിൽ വിറക് വെറുക്കാൻ പോണം. ഒറ്റയ്ക്കാണോ പോണത്? ആര് വരാനാ? വരണ്ട ആള് പോയില്ലേ. കൊറേ നേരമായ മോള് വന്നിട്ട്? ഇല്ല അമ്മേ, ഇപ്പൊ വന്നേ ഉള്ളൂ. അവർക്ക് ബാങ്ക് ജപ്തി നോട്ടീസ് കൊടുക്കാതിരിക്കുക. ഓ, കഷ്ടമുണ്ടല്ലേ, അതിന്റെ ഒരു ദുരിതം. പാവം എന്ത് ചെയ്യോ ആവോ. ആ മരം മതി, അത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. മോളത് നോക്കിക്കോ. അമ്മ നേരെ വേഗം നോക്കിക്കോ, ഫോറസ്റ്റുകാർ വരും. ഡ്യൂട്ടി മാറാൻ ടൈമായി. ശരി. മോളെ സൂക്ഷിക്കണേ.
ഇത്രേ ഉള്ളൂ. മോളെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? അവർ തിരിയുന്നുണ്ടല്ലോ, നമുക്ക് വീട്ടിലേക്ക് പോകാം.